അവധിയെടുത്ത് നാട്ടിലേക്ക് പുറപ്പെട്ട സൈനികനെ കാണാതായി. കോഴിക്കോട് എലത്തൂർ സ്വദേശി വിഷ്ണുവിനെയാണ് കാണാതായിട്ടുള്ളത്. പൂനെ ആർമി സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വിഷ്ണു ജോലി ചെയ്യുന്നത്. നാട്ടിലേക്ക് വരുന്ന വിവരം തിങ്കളാഴ്ച അമ്മയെ ഫോണിൽ വിളിച്ച് അറിയിച്ചിരുന്നു. പക്ഷേ പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആയെന്നാണ് വിവരം. എലത്തൂർ പോലീസിൽ കുടുംബം പരാതി നൽകിയിരിക്കുകയാണ്. ഗോകുൽ കെ വേണുഗോപാൽ ചേർന്നുണ്ട്. ഗോകുൽ, എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, എലത്തൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പൂനെയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങുന്നു എന്ന് പറഞ്ഞ് വിഷ്ണു അമ്മയെ വിളിച്ചിരുന്നെങ്കിലും വിഷ്ണു പൂനെയിൽ നിന്ന് മടങ്ങിയിട്ടില്ല എന്നാണ് എലത്തൂർ പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം പൂനെയിൽ തന്നെ ഉണ്ട് എന്നും അദ്ദേഹം അവിടെ നിന്ന് ATM നിന്ന് ഒരു 15,000 രൂപയോളം പിൻവലിച്ചതായിട്ടുമുള്ള വിവരങ്ങൾ എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എന്നാൽ തിങ്കളാഴ്ച വീട്ടിലേക്ക് വിളിച്ചിട്ട് പൂനെയിൽ നിന്ന് മടങ്ങിയെന്നും കണ്ണൂരിലെത്തിയെന്നും അമ്മയെ വിളിച്ചു പറഞ്ഞു എന്നാണ് അമ്മ എലത്തൂർ പോലീസിൽ മൊഴി നൽകിയിട്ടുള്ളത്. ആ രീതിയിൽ അന്വേഷണം നടത്തിയെങ്കിലും ഇങ്ങോട്ടേക്ക് കണ്ണൂരിലേക്കോ അല്ലെങ്കിൽ പൂനെ വിട്ട് വിഷ്ണു ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ള തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. അതേസമയം ഈ അടുത്ത മാസം 11-ാം തീയതി വിഷ്ണുവിന്റെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ഈ ലീവിന് വന്നതിന് ശേഷം വീണ്ടും മടങ്ങിപ്പോയി അടുത്ത ലീവ് എടുത്ത് വന്നതിന് ശേഷം കല്യാണം നടത്താനായിരുന്നു ആലോചനയൊക്കെ ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ഇതിന്റെ പിറകിൽ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും വിഷ്ണുവിനായിട്ടുള്ള അന്വേഷണം സൈബർ സെല്ലിന്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് എലത്തൂർ പോലീസ് കാര്യക്ഷമമായി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. വിഷ്ണു, ശരി, ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.